ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഒരു ചെമ്മീൻ ഫ്രൈ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യമെന്ന് നമുക്ക് നോക്കാം. ഞാൻ ചെമ്മീൻ ഇതേപോലെ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ തലയുടെ ഉള്ളിൽ അഴുക്കൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ തലയും വാലും നിർത്തി ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്തേക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫുള്ളായിട്ട് തലയും വാലൊക്കെ കളഞ്ഞിട്ട് എങ്ങനെ വേണമെങ്കിലും എടുക്കാം, അതിലൊന്നും കാര്യമില്ല. ഞാനിപ്പോൾ ഇതേപോലെ എടുത്തേക്കുന്നതേ ഉള്ളൂ. ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്ലീൻ ചെയ്തെടുക്കാം. ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ നടുക്ക് ഭാഗം ഇതേപോലെ ഒന്ന് വരഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലൊരു കുടൽ പോലൊരു സാധനം ഉണ്ടാവും. അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് പുറത്ത് കളയണം. നമുക്ക് മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം അതിലേക്ക് ഇതേപോലെ ഒരു മീഡിയം കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 6-7 വെളുത്തുള്ളി അതിനോടൊപ്പം തന്നെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 4 ടീസ്പൂൺ കുരുമുളക്, അതായത് പൊടിക്കാതെ മുഴുവൻ കുരുമുളക് പൊടിയെടുത്താലും കുഴപ്പമില്ല. ഞാനിവിടെ മുഴുവൻ കുരുമുളക് ആണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഏതും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. 4 ടീസ്പൂൺ കുരുമുളക് ഞാനിവിടെ ചേർക്കാൻ കാര്യം, ഞാൻ എടുത്തേക്കുന്ന ചെമ്മീൻ 1 കിലോയോളം ചെമ്മീനുണ്ട്. അപ്പം ഇനി ഞാനിതിലേക്ക് 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. 1 കിലോ ചെമ്മീനായതുകൊണ്ട് നമ്മൾ അതനുസരിച്ച് വേണം പൊടികളൊക്കെ എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. മുളക് പൊടിയും അതുപോലെ തന്നെ 2 ടീസ്പൂണാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയും ഇതിലേക്ക് ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ജാറിലേക്ക് ഇതെല്ലാം ഇട്ടതിന് ശേഷം 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും, അതുകൊണ്ട് തന്നെയാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരല്പം വെള്ളവും കൂടെ ചേർത്ത് ഇതുപോലെ പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചുകൊണ്ട് വരാം. ഇതേപോലെ അരച്ചെടുക്കണം. ഇനി നമ്മൾ അരച്ച് എടുത്ത ആ ഗ്രേവി ചെമ്മീനിലേക്ക് നന്നായി കൈ ഉപയോഗിച്ച് തേച്ച് പിടിപ്പിക്കാം. ഇതുപോലെ നമ്മൾ ആ ചെമ്മീൻ്റെ ഉള്ളിലത്തെ അഴുക്കൊക്കെ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ വരഞ്ഞില്ലേ, അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ടൊന്ന് ഗ്രേവിയൊക്കെ തേച്ച് പിടിപ്പിക്കണം. അതേപോലെ നിങ്ങൾ തല ഫുള്ളായിട്ട് കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് നല്ല രീതിയിൽ ഈ ഗ്രേവിയെല്ലാം ഈ ചെമ്മീനിലേക്ക് തേച്ച് നന്നായി പിടിപ്പിച്ചതിന് ശേഷം ഇത് ഒരു മാക്സിമം ഒരു 15 മിനിറ്റെങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റിയാലും നന്നായിരിക്കും. പുറത്താണെങ്കിലും കുഴപ്പമില്ല. ഒരു 15-20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗ്രേവിയൊക്കെ ഇതിലേക്ക് നന്നായിട്ട് പിടിക്കും. അപ്പം ഇതെല്ലാം പേസ്റ്റ് എല്ലാം നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം റെസ്റ്റ് ചെയ്തതിന് കഴിഞ്ഞിട്ട് 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഒരുപാട് വെളിച്ചെണ്ണയൊന്നും ഒഴിക്കാതെ ലോ ഫ്ലെയിമിലിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ പാൻ ചൂടായി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വെളിച്ചെണ്ണയിലൊന്നും ഞാനിത് ഫ്രൈ ചെയ്യുന്നില്ല. കുറച്ച് സമയം അധികം എടുക്കുമെന്നേ ഉള്ളൂ, പക്ഷേ നല്ല ഹെൽത്തി ആയിരിക്കും. ഹെൽത്തി എന്ന് പറഞ്ഞാൽ ഒരുപാട് വെളിച്ചെണ്ണ ഉള്ളിലേക്ക് ചെല്ലാതെ സഹായിക്കും. ലോ ഫ്ലെയിമിൽ അധികം സമയം എടുക്കുന്നൊരു ബുദ്ധിമുട്ട് ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ എണ്ണ ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വേഗം ഫ്രൈ ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് ഇതേപോലെ ചെമ്മീൻ ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചും ഇട്ടാണ് ഞാനിവിടെ കുക്ക് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നമുക്ക് ഓരോ ചെമ്മീൻ ഇതിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കാം. അപ്പം ഈ ചെമ്മീനൊക്കെ ഒന്ന് ചുരുങ്ങി വരുമ്പോഴേക്കും സ്പേസ് ഉണ്ടാവും. അപ്പം ആദ്യത്തെ പ്രാവശ്യം നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. രണ്ടാമത്തെ പ്രാവശ്യം അതനുസരിച്ച് നമുക്ക് കൂടുതൽ ചെമ്മീൻ ഇട്ട് കൊടുക്കാൻ പറ്റും. കാര്യം ഇത് എണ്ണയിൽ കിടന്ന് കഴിയുമ്പോഴേക്കും ഒന്ന് ചുരുങ്ങും ചൂട് തട്ടുമ്പോഴേക്കും. അപ്പോൾ കുറച്ചുകൂടി സ്പേസ് നമുക്ക് കിട്ടും. ഇപ്പം ഞാൻ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ടൈം രണ്ടാമത്തെ പ്രാവശ്യം നിങ്ങൾക്കും അതിടുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതനുസരിച്ച് ഞാൻ ഇതേപോലെ തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു വശം ഏകദേശം ഒന്ന് കുക്കായിട്ടുണ്ട്. അപ്പം ഞാൻ മറിച്ചിടുകയാണ്. ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ച് സമയമെടുത്താണ് ഇത് കുക്ക് ചെയ്യുന്നത്. ഒരു വശം ഏകദേശം പാകമായതിനു ശേഷം ഞാൻ മറ്റേ വശവും മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് ലോ ഫ്ലെയിമിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ചധികം ടൈം എടുത്താലും
നല്ല രീതിയിൽ തന്നെ ഇത് കുക്കായി കിട്ടും. ഈ സെയിം റെസിപ്പിയിൽ ചെറിയ ചെമ്മീനും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ഈ സെയിം തന്നെ ഇൻഗ്രീഡിയൻറ്റ്. പക്ഷേ എരിവ് അപ്പം കുറച്ചും കൂടെ കുറച്ചെടുക്കണം. ഇനി കുറച്ചൊന്ന് പാകമായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ, കറിവേപ്പിലയുടെ ഒരു ഫ്ലേവറും കൂടെ കിട്ടും. എനിക്ക് കറിവേപ്പില കുറവായതുകൊണ്ട് ഞാൻ ഏറ്റവും ലാസ്റ്റാണ് കറിവേപ്പില ഇട്ട് കൊടുത്തത്. ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് സെക്ഷൻ ഇട്ട ചെമ്മീൻ അത് കുക്കായിട്ടുണ്ട്, നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനത് ഒരു പ്ലേറ്റിലേക്ക് കോരിയെടുക്കുകയാണ്. ഓരോ പ്രാവശ്യവും ഫ്രൈ ചെയ്യാനിടുമ്പം ഒരു ഹാഫ് കുക്ക് ആകുമ്പോഴേക്കും നിങ്ങൾ കറിവേപ്പില ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കുള്ളൂ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കറിവേപ്പില എൻ്റെ കയ്യിൽ ഇപ്പോൾ കുറച്ചേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും ലാസ്റ്റ് ഇത് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഇതുപോലെയുള്ള വലിയ ചെമ്മീനൊക്കെ ഫ്രൈ ചെയ്യുമ്പോഴേക്കും ഒരു ടൂത്ത് പിക്ക് അല്ലെങ്കിൽ ഈർക്കിൽ, പച്ച ഈർക്കിലൊക്കെ കിട്ടുകയാണെങ്കിൽ അതിലിങ്ങനെ കുത്തി സ്ട്രെയിറ്റ് ആയിട്ട് ഈ ചെമ്മീൻ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താലും കാണാനും ഒരു ഭംഗിയൊക്കെ ഉണ്ടാവും. അപ്പം നമ്മളുടെ ചെമ്മീൻ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.